വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപക പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. സംഘപരിവാർ നേതൃത്വം നൽകിയ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ട് നമ്മളൊക്കെ ഞെട്ടിപ്പോയിരുന്നു. സ്വാഭാവികമാണ്, ഒരു പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷേ അത്തരത്തിൽ പ്രതിഷേധിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, കൊലപാതകത്തിനെതിരെയാണ് നിങ്ങൾ പ്രതിഷേധിക്കേണ്ടത്. അല്ലാതെ കൊലപാതകത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല നിങ്ങൾ പ്രതിഷേധങ്ങളും മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും നടത്തേണ്ടത്. സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ പ്രതിഷേധങ്ങളിലൊക്കെ കണ്ടത് വീട്ടിൽ കയറി വെട്ടും, അവരെ വെട്ടിക്കൊല്ലും, കൈകാലുകൾ വെട്ടിമാറ്റും എന്നുള്ളതല്ലാതെ മാന്യമായിട്ടുള്ള ഒരു പ്രതിഷേധവും കണ്ടില്ല. നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രതിഷേധം നടത്താം. പോലീസുകാർ ഈ വിഷയത്തിൽ അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാം. പക്ഷെ നിങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ട് ഇവിടെയുള്ള മതേതര സമൂഹം ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. തലശ്ശേരിയിലെ കൊലവിളി മുദ്രാവാക്യം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ RSSന്റെയും BJPയുടെയും നേതാക്കന്മാർ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോക്ക് താഴെ വന്ന കമന്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ആ കമന്റ് ശ്യാം കുമാർ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള കമന്റ് ആണ്. ഈ ശ്യാം കുമാറിന്റെ ചിത്രവും വളരെ ചെറിയ രീതിയിൽ നമുക്ക് ആ ഐഡിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുള്ളത്. എന്താണ് ഈ കമന്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മുസ്ലിങ്ങൾ ജുമാ നമസ്കാരത്തിനായിട്ട് പള്ളിയിൽ പോകുന്ന നേരം കൂട്ടക്കുരുതി നടത്തുക എങ്ങനെയാണ് എന്നുള്ളതും ഈ കമന്റിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ബോംബിട്ട് കൂട്ടക്കുരുതി നടത്തുക എന്നുള്ളതാണ് പറയുന്നുള്ളത്. ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണോ കേരളത്തിലെ അധികാരികൾ? കൃത്യമായ നടപടിയല്ലേ എടുക്കേണ്ടത്? സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള സൂചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതുവരെയായിട്ടും പ്രതികളെ പിടികൂടിയിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ സമരം നടത്തേണ്ടത്? മറിച്ച് ഇവിടെ പച്ചക്ക് പറയാണ്, പള്ളി, അതായത് വെള്ളിയാഴ്ച ജുമ നമസ്കാരം നടത്തുന്ന സമയത്ത് ബോംബിടുക എന്നുള്ള ആഹ്വാനം നടത്തുകയാണ്. എത്രത്തോളം ഭീകരമായിട്ടുള്ള ചിന്താഗതികളാണ് ഇവരുടെയൊക്കെ മനസ്സിനകത്ത് കുടിയേറിയിട്ടുള്ളത് എന്നുള്ളത് എടുത്തു നോക്കേണ്ട കാര്യമല്ലേ? ഇത്തരക്കാർ അപകടകാരികളാണ്. ഇത്തരക്കാരുള്ള പാർട്ടികളും അപകടകാരികളാണ്. ഇത്തരക്കാരുടെ ചിന്താ രീതികൾ തന്നെയാണ് ഇത്തരക്കാരെ പോലെയുള്ള ആളുകളെ പലയിടങ്ങളിലും ആക്രമിക്കപ്പെടാനും അതുപോലെ തന്നെ കൊല്ലപ്പെടാനുമുള്ള കാരണങ്ങളായി മാറുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ചെയ്തികൾ തന്നെയാണ് അവരവരെ ഇല്ലാതാക്കുന്നുള്ളത്. കൊലപാതകത്തെ ഒരു കാരണവശാലും ഒരാളും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ ആരെയും ആക്രമിക്കാതിരിക്കുക. നമ്മളെയും ആരും ആക്രമിക്കത്തില്ല. പക്ഷെ നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്. അതാരാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന പച്ചയായ സത്യമാണ്. ഉത്തരേന്ത്യയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന സംഘികളോട് ഒരൊറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ: കേരളത്തിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു വേലയും നടക്കത്തില്ല. ഒരു പരിധിവരെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നാലും അക്കൂട്ടത്തിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ പോലും ഒരു പരിധിവരെ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളത്തിലെ മതേതര സമൂഹം മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ അജണ്ടകൾ നടപ്പിലാകാതെ പോകാനുള്ള ഏറ്റവും വലിയ കാരണം. എന്തായാലും ഒരു കാര്യം എടുത്തു പറയുകയാണ്: ഈ കമന്റ് ഇട്ടവനെതിരെ കൃത്യമായ നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകണം. കാരണം വളരെ അപകടകരമായിട്ടുള്ള ഒരു കമന്റാണ് ഇവർ ഇത്തരത്തിലുള്ള ഐഡികളിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.